മുനമ്പം ഭൂമി പ്രശ്നം ഉന്നയിച്ച് തീരജനത 414 ദിവസമായി നടത്തുന്ന സമരം അല്പസമയത്തിനകം അവസാനിക്കും. മന്ത്രി പി രാജീവിന്റെ സാന്നിധ്യത്തിലാണ് സമരം അവസാനിപ്പിക്കുക. അർച്ചന ചേരുകയാണ്. അർച്ചന, എന്തൊക്കെയാണ് വിശദാംശം? ഷമി, പ്രധാനമായും മുനമ്പം ജനതയോടൊപ്പമാണ് സംസ്ഥാന സർക്കാർ എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പ് പാലിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സമരത്തിൽ നിന്ന് പിന്മാറാൻ ഈ ഭൂസമര സമിതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അല്പസമയത്തിനുള്ളിൽ തന്നെ സമരം അവസാനിപ്പിക്കും. മന്ത്രി പി രാജീവ്, ഒപ്പം മന്ത്രി കെ രാജൻ തുടങ്ങിയവർ നാരങ്ങ വെള്ളം നൽകിയായിരിക്കും ഈ സമരം അവസാനിപ്പിക്കുക. നമുക്കറിയാം 214 ദിവസം ഈ സമരം പിന്നിടുകയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലോടുകൂടി കരം അടയ്ക്കാനും ഒപ്പം വരവിൽ എല്ലാ വാഗ്ദാനങ്ങളും സർക്കാർ സഹായങ്ങൾ വാഗ്ദാനം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഭൂസംരക്ഷണ സമിതി കടന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഒരു വിഭാഗം BJP അനുകൂലികളായ വിഭാഗം ഈ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന് മറ്റൊരു സമരം, അതായത് സമരവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അവർ തുടരുന്നത്. പ്രധാനമായും ഇത്തരത്തിൽ BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത അംഗങ്ങളാണ് ഈ സമരത്തിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നത്. അവർ അല്പസമയത്തിന് മുൻപ് ഇവിടെ നിന്നും പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോകുന്നതടക്കം നമ്മൾ കണ്ടതാണ്. എന്തായാലും സർക്കാരിൻ്റെ വാക്കിൽ ഉറച്ചു വിശ്വസിച്ച് ഇപ്പോൾ ഇവർ സമരത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഇപ്പോൾ സമരം അവസാനിപ്പിക്കുകയാണ്. ഈ സമരത്തിൽ തുടക്കം മുതൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇതെല്ലാം തന്നെ. ഇപ്പോൾ സമരം 214 ദിവസം എത്തി നിൽക്കുമ്പോഴാണ് അപ്പോൾ സമരം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഉറപ്പോടെയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ അങ്ങോട്ട് നിന്നത്. ഇപ്പോൾ കരമടയ്ക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിരിക്കുന്നു. എന്താണ് പറയുക? ഞങ്ങൾ ജുഡീഷ്യൽ കമ്മീഷന് ഞങ്ങൾ സമരം തുടങ്ങി 47-ാം ദിവസം ജുഡീഷ്യൽ കമ്മീഷന് അനുവാദം കൊടുത്തു. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി പോയി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്, ബെച്ചൂക്കുര്യൻ്റെ ബെഞ്ച് അതിന് അധികാരം നിഷേധിച്ചു. തുടർന്ന് റിട്ട് അപ്പീൽ കൊടുത്തു. ആ റിട്ട് അപ്പീലിൽ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം വഴി നടത്തിയ ആ കേസിൽ ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് ശക്തമായി വാദിക്കുകയും ആ വാദം ഉത്തരവിറക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ കമ്മീഷന് പ്രവർത്തിക്കാനുള്ള അനുവാദവും കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ അപ്പീൽ പോയാൽ, സുപ്രീം കോടതിയിൽ പോയാൽ കാവിയേറ്റ് ഓൾറെഡി കേരള സർക്കാർ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു കവിയറ്റ് കൊടുത്ത് ഇവിടുത്തെ താമസക്കാരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, കേസുമായിട്ട് സുപ്രീം കോടതിയിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ 15 ലക്ഷം 20 ലക്ഷമൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്. അതിനുള്ള നിവൃത്തി ഞങ്ങൾക്കില്ല. ഞങ്ങൾ സാധാരണക്കാരാണ്. അവർക്ക് അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിൽ വിശ്വസിച്ച്, കേരള സംസ്ഥാന സർക്കാരിൽ, അത് ഇന്ന പാർട്ടിയെന്നില്ല, സർക്കാരിൽ വിശ്വസിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തു തരും എന്ന് ഉറപ്പായിട്ടും നിയമമന്ത്രിയും അതേപോലെ റവന്യൂ മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. അത് സഭാ മേലധികാരികളോടും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ വിശ്വാസത്തിൽ ഞങ്ങൾ ഇത് നിർത്തുകയാണ്. BJP അനുകൂലികളായ ഒരു വിഭാഗം സമരത്തിൽ നിന്ന് മാറി വീണ്ടും സമരം തുടരാൻ പോകും. അതെ. ആ BJP അനുകൂലികളായിട്ടുള്ള ആളുകൾ അത് പറ്റൂല, ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവരോടെ സമരം തുടരുകയാണ്. ഞങ്ങളുടെ രക്ഷാധികാരിയായിട്ടുള്ളത് ഇവിടുത്തെ ഫാദറാണ്. ഫാദർ ആൻ്റണി സേവ്യർ തറയിലാണ്. അച്ഛൻ പറയുന്നത് പോലെ അച്ഛന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഞങ്ങൾ ഇനി ഇവിടെ ഈ സമരപന്തലില്ല. ഇനി ആവശ്യമായി വന്നാൽ അത് എടുക്കാനും തയ്യാറാണ്. അങ്ങനെയാണ് തന്നെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഇത് താൽക്കാലികമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഷമി, തന്നെയാണ് സമര സമിതിയുടെ ആളുകൾ പറയുന്നത്. പ്രധാനമായും സർക്കാർ ഉറപ്പ് നൽകിയതാണ് ഭൂസമരത്തിനൊപ്പമാണ് സർക്കാർ എന്ന്. മാത്രമല്ല, നമുക്കറിയാം സെപ്റ്റംബർ 27, 2024 തുടങ്ങിയ സമരമാണ്. അന്ന് മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗം വിളിച്ചു, മുനമ്പം ജനതയുമായി സംസാരിച്ചു, ഒപ്പം കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷൻ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഇതിൽ നിർണായകമായ ഇടപെടലുണ്ടായി. ഇതെല്ലാം ശേഷമാണ് ഇപ്പോൾ കരമടയ്ക്കാനുള്ള സംവിധാനങ്ങളായിരിക്കുന്നത്. ഒപ്പം പോക്കുവരവിന് എല്ലാ സഹായവും സർക്കാർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമരം അവസാനിപ്പിക്കാൻ ഈ ഭൂസംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, വലിയ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിനൊപ്പം സർക്കാർ ഉറച്ചു നിന്നു എന്നാണ്. അവർക്ക് എല്ലാ സഹായവും എല്ലാ വിശ്വാസവും ഒപ്പം കൂടെ നിന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് അവരിപ്പോൾ സമരം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം തന്നെ BJP അനുകൂലികളായ BJPയിൽ മെമ്പർഷിപ്പ് എടുത്ത ഒരു വിഭാഗം അവർ മാറി നിന്ന് ഈ സമരം തുടരാനുള്ള ഒരു പദ്ധതി കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് BJP മുതലെടുക്കാൻ ശ്രമിച്ചത് 412 ദിവസമായി നടത്തിവരുന്ന മുനമ്പം ഭൂസമരം അവസാനിക്കുകയാണ്. എന്നും മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു വെക്കുകയാണ്. അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.